എന്താ പ്രശ്നം? താനെന്തിനാണോ ഞങ്ങളുടെ ഷോപ്പ് തകർത്തത്? നിങ്ങളൊക്കെയല്ലേ പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു വീഡിയോ കൊടുത്തത്? താൻ ആദ്യം എന്റെ കൈവെട്ടി, പിന്നെ ഇപ്പൊ ഞങ്ങളുടെ ഷോപ്പ് തകർത്തു, പിന്നെ ഞങ്ങൾ എന്ത് പിണ്ണാക്കോടോ ചെയ്യണ്ടേ? തെറ്റും ശരിയും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. പക്ഷേ അജുവിന് പെട്ടെന്ന് എന്തൊരു മാറ്റം ഉണ്ടായി. അതെന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് നടത്തിയ ഞങ്ങൾ നാലുപേരും ജീവിച്ചു പോകുന്നത്. സാറിനെ കുറിച്ചും ഈ നാടിനെ കുറിച്ചും ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ ഒരു പ്രശ്നത്തിനും ഉണ്ടാവില്ല. മാപ്പാക്കണം പ്ലീസ്. അതിന് ഞാനൊരു വിലയിടാം. അത് തന്നാൽ പിന്നെ നിങ്ങളെ ഈ നാട്ടിൽ കാണരുത്. അത് തീരുമാനിക്കാൻ താനാരാടോ? ഇയാളെ പേടിച്ച് നമ്മൾ നാട് വിടണമെന്നാണ് പറയുന്നത്. പ്ലീസ്. പോയില്ലെങ്കിൽ പോയിപ്പിക്കാൻ ഈ രംഗനെ അറിയാം. ഇല്ല സാർ, ഞങ്ങൾ പൊയ്ക്കോളാം. അത് ന്യായം. നിർത്തടാ. നീ എന്തിനാണ് അവളെ കാല് പിടിക്കാൻ പോയത്? അയാളെ പേടിച്ച് നാട് വിടാന്ന് ഞാനില്ല. നിങ്ങൾ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചത്? ആദ്യമൻ പറയുമ്പോ നമ്മൾ ഈ നാട് വിട്ടു പോകുന്നാണോ? അല്ല, മനസ്സിലായില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? രംഗനാഥനെ നമ്മൾ പൂട്ടും. എങ്ങനെ? ആ പെൺഡ്രൈവിലെ വീഡിയോ ഞാൻ മൊബൈലിലാക്കിയിട്ടുണ്ട്. ഈ വീഡിയോ വെച്ച് നമ്മളൊരു കളി കളിക്കും. നെറ്റ് ഓൺ ചെയ്യടാ. പാലക്കാട് വീണ്ടും ഗുണ്ടാവിളയാട്ടം. വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത്. പാലക്കാട് നെഹ്റു കോളേജിന് സമീപത്തുള്ള കഫറ്റീരിയയിൽ വെച്ച് പ്രമുഖ വ്യവസായി രംഗനാഥൻ എന്നയാൾ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആസിഡ് അനൂപ് എന്നയാളെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. കഫറ്റീരിയയിലേക്ക് ഓടിക്കയറിയ അനൂപിനെ രംഗനാഥനും സംഘവും കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. അജുവിന്റെ പ്രവൃത്തിക്ക് ബലമുണ്ടായി. രംഗനാഥനെ അറസ്റ്റ് ചെയ്യാതെ വേറെ നിവൃത്തിയില്ലാതായി പോലീസിന്. അയാൾക്കെതിരായ ശക്തമായ തെളിവുകൾ ആ വിഷ്വൽസിലുണ്ടായതുകൊണ്ട് കോടതി അയാളെ റിമാൻഡ് ചെയ്തു. പക്ഷേ